ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും വളരെ റിഫ്രഷ്മെൻ്റ് ആയിട്ടുള്ള നല്ലൊരു കോക്കനട്ട് ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ കോക്കനട്ട് ഡ്രിങ്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് വളരെ സിമ്പിളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുക്കാം. ഒരുപാട് വലിയ ജാർ എടുക്കാൻ വേണ്ടി നിൽക്കണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് അറിഞ്ഞിട്ടില്ല, അതിൻ്റെ പേരിലാണ്. അതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ചിരകിയ തേങ്ങയും കൂടിയാണ്. നമുക്ക് എത്രത്തോളം കപ്പ് ജ്യൂസ് വേണോ അതിനനുസരിച്ചിട്ട് തേങ്ങ എടുക്കാവുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ഇതുപോലെ 1 കപ്പ് അളവിലാണ് ചിരകിയ തേങ്ങ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. അതുകൂടി ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ പിന്നെ വേണ്ടതാണ് ഒരു 2 ഏലക്കായും കൂടി. അപ്പോൾ ഏലക്കയുടെ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. ഈ ഏലക്കയ്ക്ക് പകരം നമുക്ക് ഒരല്പം ഏലക്ക പൊടി ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് കുറച്ച് കക്കിരിയും കൂടി. അതായത് നമ്മുടെ സാധാരണ കുക്കുംബർ തന്നെയാണ്. അപ്പോൾ അതൊരല്പം ചേർക്കാം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് കക്കിരിയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നേ ഉള്ളൂ. ഇതിനോടൊപ്പം തന്നെ പിന്നെ വേണ്ടത് ഒരല്പം പുതിനയിലയും കൂടിയാണ്. പുതിനയില ഓപ്ഷനിലാണ്. നല്ലൊരു റിഫ്രഷ്മെൻറ്റ് കിട്ടും നമ്മൾ ഈ പുതിനയില ചേർക്കുമ്പോഴത്തേക്കും. അതിന് വേണ്ടിയിട്ടാണ്. ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടിയാണ്. നമുക്ക് എത്രത്തോളം മധുരം വേണോ അതിനനുസരിച്ചിട്ട് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നേ ഉള്ളൂ. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം മാത്രമാണ്. ഒരുപാട് വെള്ളം ചേർക്കരുത്. അപ്പോൾ വളരെ കുറച്ച് മാത്രം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ മിക്സിയുടെ ചെറിയ ജാറാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അരിഞ്ഞ് കിട്ടും. ഒരുപാട് വലിയ ജാർ എടുക്കാൻ വേണ്ടി നിൽക്കണ്ട. എന്നാൽ ശരി, നമുക്കിത് പെട്ടെന്ന് തന്നെ പോയി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. നല്ലതുപോലെ നമ്മൾ സാധാരണ തേങ്ങയൊക്കെ അരച്ചെടുക്കില്ലേ, അതുപോലെ തന്നെ ഇത് നല്ലതുപോലെ ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് നമ്മളിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. നല്ല ഫൈനായിട്ടുള്ള അധികം ഇങ്ങനെ വലിയ ഹോൾസൊന്നും ഇല്ലാത്തൊരു അരിപ്പയിലൂടെ നല്ലതുപോലെ നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ അരിച്ചെടുക്കുമ്പോഴത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി നമ്മളിതിലേക്ക് ചേർക്കണം. ഏകദേശം ഒരു 3 കപ്പ് അളവിൽ, അതായത് ഒരു മീഡിയം ഗ്ലാസ്സിലൊരു 3 ഗ്ലാസ് അളവിൽ നമുക്ക് കിട്ടുന്നതാണ് ഈ ജ്യൂസ് വന്നിട്ട്. ഇതുപോലെ നന്നായിട്ട് ഇതൊന്ന് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കോക്കനട്ട് ഡ്രിങ്ക് നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ടാവും. ഇത്രയും തിക്കായിട്ടായിരിക്കും ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എന്തുമാത്രം റീഫ്രഷ്മെൻ്റ് ആയിട്ടുള്ള നല്ലൊരു ജ്യൂസ് ആയിരിക്കും ഇത്. അപ്പോൾ ഇനി നമുക്ക് ആവശ്യമുള്ള ഐസ് ക്യൂബ്സ്, തണുപ്പിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള ഐസ് ക്യൂബ്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ല സൂപ്പറായിട്ട് ഇത് സെർവ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇതിലുള്ള ചേരുവകളൊക്കെ നമ്മുടെ വീട്ടിലുള്ളത് തന്നെയാണ്. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കാനുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.